യൂത്ത് കോൺഗ്രസിൻ്റെ ഇന്നത്തെ സംസ്ഥാന നേതൃത്വം പറഞ്ഞൊരു കാര്യം എന്താണ്? രണ്ട് കാര്യങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, സാധാരണ പ്രവർത്തകർക്ക് ആശയക്കുഴപ്പമുണ്ടായിരിക്കുന്നു. ചെറിയ കാര്യമല്ലേ ഇത്? സാധാരണ പ്രവർത്തകർക്ക് ആശയക്കുഴപ്പമുണ്ടായിരിക്കുന്നു. രണ്ട്, നിൽക്കുന്നവർക്ക് തന്നെയും ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. നേതൃത്വത്തിൽ നിൽക്കുന്നവർക്ക് തന്നെ ആശയക്കുഴപ്പമുണ്ടായിരിക്കുന്നു, അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് യൂത്ത് കോൺഗ്രസ് ആണ്. ഇന്നത്തെ ഒരു കാര്യം എന്താണെന്നറിയാമോ? യഥാർത്ഥത്തിൽ ഇവിടെ AICCക്ക് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഖർഗെയുമായിട്ടും രാഹുൽ ഗാന്ധിയുമായിട്ടും ചർച്ച നടത്തിയല്ലോ. ആ ചർച്ച നടത്തിയപ്പോൾ നമുക്കറിയാമല്ലോ, ഈ പറഞ്ഞ താങ്കൾ സൂചിപ്പിച്ചതുപോലെ കാറിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് യാത്ര അയക്കുന്നു, അതുപോലെ രാഹുൽ ഗാന്ധി കെട്ടിപ്പിടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ മുരളീധരൻ തന്നെ പറഞ്ഞതാണ്, സുധാകരൻ തന്നെ പറഞ്ഞതാണ്, വളരെ ഭംഗിയായിട്ട് ആ മീറ്റിങ്ങുകൾ നടന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് എന്ത് നിലപാടെടുത്താലും ഞാൻ അത് അംഗീകരിക്കും എന്നല്ലേ സുധാകരൻ ഡൽഹിയിൽ പറഞ്ഞത്? അതിനുശേഷം തിരിച്ച് കേരളത്തിലേക്ക് എത്തിയപ്പോഴല്ലേ ഈ നിലപാട് മാറ്റം ഉണ്ടാകുന്നത്? കാരണം എന്താ? സുധാകരൻ സമ്മർദ്ദത്തിലായിരിക്കുന്നു, സുധാകരനോടൊപ്പം നിൽക്കുന്ന ആളുകൾ സുധാകരൻ സമ്മർദ്ദത്തിലായിരിക്കുന്നു. അൺസെറമോണിയസ് ആയിട്ട് ഇപ്പോൾ പോകരുത്, ഇതൊരു എക്സിറ്റ് ആണ്. ഞാനൊരു കാര്യം പറയട്ടെ, അന്ന് ഖർഗെയായിട്ടും രാഹുൽ ഗാന്ധിയായിട്ടുള്ള മീറ്റിങ്ങിന് ശേഷം ഒരു ഉത്തരവിറക്കാവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു തീരുമാനം പറയാവുന്നതിൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ആശയക്കുഴപ്പം ഒന്നും ഉണ്ടാവുമായിരുന്നില്ലല്ലോ. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം സുധാകരൻ നിലപാട് മാറ്റുന്നു, വാർത്താ സമ്മേളനം നടത്തുന്നു, പല നേതാക്കളെ പോയി കാണുന്നു, എന്നിട്ട് മാധ്യമങ്ങളോട് ആവർത്തിച്ച് പറയുന്നു എന്നെ മാറ്റാൻ കഴിയില്ല എന്ന് പറയുന്നതോടുകൂടി AICC നേതൃത്വം വെട്ടിലായി.